السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനമുള്ള അധ്യക്ഷരെ, ശിരോമണികളെ, നേതാക്കളെ, മാഷാ അല്ലാഹ്, എൻ്റെ വീട്ടിൽ നിന്ന് ഞാനിതിവിടേക്ക് നടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നടന്നുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൽ എൻ്റെ ലക്ഷ്യം ഹമാസ് ആരെങ്കിലും ഭീകര സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിക്ക് നമ്മൾ ഒരു മണ്ണാങ്കട്ടിയും വരാൻ പോകുന്നില്ല. കാരണം ഭീകരത എന്നതിനെ, ഭീകരവാദം എന്നത് UN പോലും ഇതുവരെ നിർവചിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോ ആ ഹമാസിന്റെ യുദ്ധത്തില് നിയ്യത്ത് വെച്ച് എൻ്റെ ഓരോ കാൽവെപ്പ് വെച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് ചോദിക്കണം, ഈ യുദ്ധത്തില് നിയ്യത്ത് കൊണ്ടെങ്കിലും ഞങ്ങൾക്ക് ഭാഗവാക്കാവാനുള്ള ഭാഗ്യം നൽകണമേ റഹ്മാനെ എന്ന് നാം പ്രാർത്ഥിക്കണം. മാഷാ അല്ലാഹ്, ഈ അടുത്ത കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആനോ എന്ന പേരിൽ ഒരു ചരിത്ര നോവല് പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൽ ആ നോവലിച്ച് ജൂതന്മാരുടെ യഥാർത്ഥവും സ്വഭാവവും വ്യക്തമാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, വേൾഡ് ട്രേഡ് സംഭവത്തിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന് ആ നോവലിൽ അന്വേഷിച്ച് നോക്കിയാൽ ലഭിക്കുന്നത്. അത് ഞാൻ പറഞ്ഞപ്പോ യഥാർത്ഥത്തിൽ അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഉയർത്തിയ ഒരു സമുദായമാണ് ജൂത സമുദായം. അതന്നെ അല്ലാഹു പറഞ്ഞു, ഞങ്ങളെ ലോകത്തില് ഏറ്റവും ഉന്നതരാക്കിയില്ലേ എന്ന്. പിന്നെ ضربت عليهم الذلة والمسكنة وباءوا بغضب من الله എന്ന് പിന്നെ അല്ലാഹു പറഞ്ഞു. പിന്നീട് എന്നാൽ ഇന്നും ജൂതന്മാർ ബുദ്ധിയിലും അതേപ്രകാരം അവരുടെ കുരുട്ടിലും ലോകത്തേറ്റവും മുമ്പന്തിയാണ്. ബഹുമാനപ്പെട്ട അല്ല, നമ്മുടെ മൈക്കൽ ഹാർട്ട് അണ്ടർ ദ ഗ്രേറ്റ് എന്ന പുസ്തകം എഴുതി 100 മഹാന്മാർ. അതിൽ ആദ്യമായിട്ട് എഴുതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ രണ്ടാമത് എഴുതുന്നത് ഐസക് ന്യൂട്ടനെയാണ്. ഐസക് ന്യൂട്ടൻ രണ്ടാമത്തെ വ്യക്തിത്വം. അത് ജൂതനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാം. അതായത് തൗറാത്തില് അതിൻ്റെ സിറുകൾ തേടിയിട്ട് 20 വർഷം
അദ്ദേഹം ചെലവിട്ടിട്ടുണ്ട് എന്ന്. കാരണം അസ്മാവില് ഏറ്റവും അസ്മാന്റെ വിദ്യ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും മുമ്പന്തിയിൽ ഇന്ന് ലോകത്തുള്ളത് ജൂതന്മാരാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഒരു മഖാമിലെത്തിയാൽ അള്ളാഹു നക്ഷത്രങ്ങളുടെയും അസ്മാവുകളുടെയും സിറ് വെളിവാക്കി കൊടുക്കും. അത് വേറെ കാര്യം ചെയ്യുന്നു. അതുകൊണ്ടിട്ടാണ് അവരുടെ സിയോണിസ്റ്റ് സൗദത്തിന് ഇസ്രായേൽ എന്ന പേര് വെച്ചിരിക്കുന്നത്. നമ്മളെന്ത് പറഞ്ഞിട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യാക്കൂബ് നബി. നമ്മളെ യാക്കൂബ് നബിയെ തകർക്കണം എന്ന് ദുആ ചെയ്താൽ ഇസ്രായേൽ എന്ന പദത്തിൽ തട്ടിയിട്ടത് പോന്നു. അപ്പോ അത് എന്ന് മാത്രമല്ല, നമുക്ക് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ 3 തൂണുകൾ. ഒന്ന് ഐൻസ്റ്റീൻ, ഇസ്രായേൽ സ്ഥാപിക്കാൻ സഭയപ്പെട്ട് പ്രസിഡന്റ് ആവാൻ ക്ഷണിച്ചിട്ട് നിരസിച്ച ആളാണ് ഐൻസ്റ്റീൻ. പിന്നെ അതുപോലെ ബഹുമാനപ്പെട്ട ഫ്രോയിഡ്, അതുപോലെ തന്നെ ഇവരെല്ലാം ജൂതന്മാരാണ്. എന്ന് മാത്രമല്ല, ഇതുവരെ നോവൽ പ്രൈസ് നേടിയിട്ടുള്ളവർ ഇവരിൽ 250 അധികം പേരും ജൂതന്മാരാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ട് യഥാർത്ഥത്തിൽ അവരുടെ തനി സ്വഭാവമാണ് ഇന്ന് ഗസയിലും അതേപ്രകാരം തന്നെ ലോകത്തും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതായത് നമ്മൾ ദുആ ചെയ്യേണ്ടത്, പടച്ചവനെ ഗസയിലെ ജനങ്ങൾക്ക് നീ ഹിദായത്തും ഹിമ്മത്തും നൽകണമേ. അതേപോലെ ഹമാസിന്റെ യോദ്ധാക്കൾക്ക് ഹിദായത്തും നിന്റെ ജുനൂദുകളെ കൊണ്ടുള്ള സഹായവും നീ നൽകണമേ അല്ലാ. അവരെ കാക്കണമേ റഹ്മാൻ എന്നാണ് ദുആ ചെയ്യേണ്ടത്. എന്ന് മാത്രമല്ല, ഗസയിൽ നിന്ന് ഷഹീദായി പോയിട്ടുള്ള ശുഹദാക്കളെ പടച്ചവനെ നീ സ്വീകരിക്കണമല്ലോ. അവരെ നിന്റെ അടുക്കൽ ഉന്നത സ്ഥാനങ്ങൾ നൽകി ആദരിക്കണം റബ്ബേ. അവരെ കൊണ്ട് അവരെയും ഞങ്ങളെയും സഹായിക്കണം അല്ലാ. اللهم أيد بهم إياهم وإيانا يا رب العالمين. പിന്നെ ശിക്ഷകൾ ലോകത്ത് ഇറങ്ങുന്നുണ്ടെങ്കിലും ഒരു ശിക്ഷയും ഇന്നതിന് പ്രത്യേകമായിട്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല ലോകത്തിന്. തൈറന്നബാബിയിൽ വന്നപ്പോൾ അബ്രാത്തിനാണെന്ന് മനസ്സിലായി. ആദിന് വന്നപ്പോൾ ആദിന് വന്നതാണെന്ന് മനസ്സിലായി. ചുവദാബാദെ പ്രകാരം സമൂഹത്തിൽ. പക്ഷേ ഇതൊന്നും വന്നിട്ട് ആർക്കാണ് എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അതുപോലുള്ള ഒരു ദൃഷ്ടാന്തം ഇവിടെ ഉണ്ടാകണം. പടച്ചവനെ അവരുടെ കപ്പലുകളെ നീ മുക്കി അത് കാണിച്ചു തരണം റബ്ബേ. മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അത് മുങ്ങിയാൽ കണ്ണ് തുറക്കുകയുള്ളൂ ലോകം. അതുകൊണ്ട് അത് നടക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മാഷാ അല്ലാഹ്. പിന്നെ എല്ലാ ദുആകളിലും എപ്പോഴും ഈ ദുആ കൊണ്ട് ദുആ കൊണ്ട് അവരെ ശക്തിപ്പെടുത്തണം എന്ന് മാത്രമല്ല, നമ്മൾ എപ്പോഴും മനസ്സുകൊണ്ട് യുദ്ധത്തിൽ അവരെ കൂടെ ആവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.